പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ചിന്തക്കായി ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്ന ഒരു വിഷയമെന്ന് പറഞ്ഞാൽ അത് ഖുർആനിലെ 4-ാം അധ്യായം 171-ാം വാക്യമാണ്. എന്താണ് ആ വാക്യം? ഞാൻ നിങ്ങളുടെ മുമ്പാകെ വായിക്കാം. നാലാം അധ്യായം 171-ാം വാക്യം: വേദക്കാരെ, നിങ്ങൾ മതകാര്യത്തിൽ അതിര് കവിയരുത്. അല്ലാഹുവിൻ്റെ പേരിൽ വാസ്തവമല്ലാതെ നിങ്ങൾ പറയുകയും ചെയ്യരുത്. മറിയമ്മിൻ്റെ മകനായ മശീഹ് ഈസ അല്ലാഹുവിൻ്റെ ദൂതനും മറിയമ്മിലേക്ക് അവൻ ഇട്ടുകൊടുത്ത അവൻ്റെ വചനവും അവങ്കൽ നിന്നുള്ള ഒരാത്മാവും ആകുന്നു. അപ്പോൾ ആരാണ് യേശു? ദൈവം അയച്ച ആത്മാവും അവൻ്റെ വചനവുമാകുന്നു യേശു എന്നാണ് ഖുർആൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിന് നമുക്ക് ഒന്ന് ഇംഗ്ലീഷിലേക്കൊന്ന് തർജ്ജമ ചെയ്യാം. നമുക്ക് ഇംഗ്ലീഷ് ഒന്ന് നോക്കിക്കളയാം. 4-ാം അധ്യായം 171 ഖുർആൻ 4-ാം അധ്യായം 171. O people of scriptures, that is Christians, do not exceed the limits in your religion, nor say of Allah aught but the truth. The Messiah, Isa or Jesus, son of Maryam, was no more than a messenger of Allah, and his word be, and he was, which he bestowed on Maryam or Mary, and a spirit ruh created by him. So believe in Allah and his messengers. Say not three or trinity. Cease, it is better for you. For Allah is the only one Ilah or God. Glorified is he, far exalted is he above having a son. To him belongs all that is in the heavens and all that is in the earth, and Allah is all sufficient as a disposer of affairs. ഇതാണ് 171-ാമത്തെ വാക്യം. വലിയൊരു വാക്യമാണ്. അപ്പോൾ അല്ലാഹ് ഇവിടെ പറഞ്ഞത് ഇതാണ്. എന്താണ് പറയുന്നത്? യേശു എന്ന് പറഞ്ഞവൻ ആരാണ്? അല്ലാഹ് മറിയമ്മിന് ഇട്ടുകൊടുത്ത അല്ലെങ്കിൽ ഇറക്കി കൊടുത്ത വചനമാണ്. അതുപോലെ പരിശുദ്ധാത്മാവാണ്. ഇത് തന്നെയാണ് ബൈബിളും പറയുന്നത്. ബൈബിൾ ഇത് തന്നെ പറയുന്നത്. അപ്പോൾ മുസ്ലിം സഹോദരങ്ങളെ, എന്താണ് അല്ലാഹു ചെയ്തത്? ഈസ മസീഹ് അല്ലാഹു മറിയമ്മിലേക്ക് ഇട്ടുകൊടുത്ത, അതായത് ഇറക്കി കൊടുത്ത വചനവും അള്ളാഹുവിൽ നിന്നുള്ളൊരാത്മാവുമാണ്. ക്രിസ്ത്യാനികൾ ഇത് തന്നെയാണ് പറയുന്നത്. യോഹന്നാൻ സുവിശേഷം നിങ്ങൾ പരിശോധിച്ച് നോക്കണം. ബൈബിൾ എടുത്ത് പരിശോധിക്കൂ. യോഹന്നാൻ 1:1 എന്താ പറഞ്ഞത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്നു. പിന്നെ 20-ാമത്തെ വചനം അല്ലെ 14-ാമത്തെ വചനത്തിൽ എന്താ പറഞ്ഞത്? അവൻ രക്തത്തിൽ നിന്നല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല ജനിച്ചത്, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഖുറാനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനും പറയുന്നത്.
ഖുർആൻ എന്താ പറയുന്നത്? മറിയമിലേക്ക് അല്ലാഹു ഇട്ടുകൊടുത്ത വചനവും അവൻ്റെ ആത്മാവുമാവുന്നു മശീഹ. അതേ ബൈബിൾ വചനവും അത് തന്നെ പറഞ്ഞു. വചനം ജഡമായി തീർന്നു. യോഹന്നാൻ സുവിശേഷം 1:14 അതുപോലെ തന്നെ മത്തായി സുവിശേഷം 1:20 എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവിനാലാകുന്നു അവൻ ഉൽപ്പാദിതമായത്. അപ്പോൾ യേശുക്രിസ്തു എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവുമാകുന്നു. ഞങ്ങൾക്കൊരു തർക്കവുമില്ല. ഖുർആനിൽ ആ പറയുന്ന കാര്യങ്ങൾ ഇല്ല, ഞങ്ങൾക്കൊരു തർക്കവുമില്ല. അത് തന്നെയാണ്, അതിലൊരു വ്യത്യാസവും ഞങ്ങൾക്കില്ല. പിന്നെ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഞങ്ങളെ കുറ്റം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി തൃത്വത്തെ നിങ്ങൾ തള്ളിപ്പറയുന്ന കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പ്രിയമുള്ളവരെ, ഖുർആനിൽ പറയുന്ന വചനവും ആത്മാവും കൂടിച്ചേർന്നവനായ യേശു മശീഹ അല്ലേ, ദൈവത്തിൻ്റെ വചനവും അവൻ്റെ പരിശുദ്ധാത്മാവുമാണ് യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തു, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഇത് മൂന്നും കൂടിയതാണ് തൃത്വം. ഇതാണ് ഞങ്ങളും പറയുന്നത്. അതായത് വചനം എന്ന ദൈവം, ആത്മാവ് എന്ന ദൈവം, ഇവ രണ്ടും കൂടിച്ചെന്ന മശീഹ എന്ന ദൈവം, ഇതാണ് തൃത്വം. അല്ല വേറെന്താ തൃത്വം? വേറെന്താണ് തൃത്വം? അപ്പോൾ ഖുർആൻ യേശുവിനെ കുറിച്ച് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കും നിങ്ങൾ. 4-ാം അധ്യായം 171 ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചു. ദൈവത്തിൻ്റെ വചനമാണ് യേശു, ദൈവത്തിൻ്റെ ആത്മാവാണ് യേശു അല്ലേ? ഇതാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് യേശു, ദൈവത്തിൻ്റെ ആത്മാവാണ് യേശു. പിന്നെന്താ പറയുന്നത്? പിന്നെ പറയുന്നത് 19:34-35 സത്യം മാത്രം പറയുന്നവൻ, ജീസസ് ഈസ് ട്രൂത്ത്. അതുതന്നെയാണ് ബൈബിൾ ഞങ്ങളും പറയുന്നത്. അവൻ സത്യം മാത്രമേ പറയുള്ളൂ, സത്യമല്ലാത്തതൊന്നും അവൻ പറയില്ല. അതാണ് യേശു. പിന്നെന്താണ്? അത് 19:34-35 വാക്യങ്ങളാണ് അത് പറയുന്നത്. ഇനി 19:21 എന്താ പറയുന്നത്? മേഴ്സി ഓഫ് ഗോഡ്, അവൻ ദൈവത്തിൻ്റെ കരുണയാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ എന്താ പറയുന്നത്? അവൻ കൃപയും കരുണയും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു. ഒരു വ്യത്യാസവുമില്ല. ഇനി ഖുർആൻ 6-ാം അധ്യായം 86-ാം വാക്യം എന്താ? നീതിമാനായ പ്രവാചകൻ, യെസ് ഈസ് എ റൈച്ചസ് പ്രോഫറ്റ്, അവൻ നീതിമാനായ പ്രവാചകനാണ്. അല്ല ഞങ്ങൾ പറയുന്നില്ലല്ലോ. ഇനി 5:46 എന്താ പറയുന്നത്? ഹി ഈസ് സെൻറ്റ് വിത്ത് ഗാസ്പൽ. അപ്പോൾ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് സുവിശേഷവുമായിട്ടാണ്. അതേസമയത്ത് മുഹമ്മദ് നബി എങ്ങനെയാണ്? 40-ാമത്തെ വയസ്സിലാണ് മുഹമ്മദ് നബിക്ക് ഖുർആൻ ലഭിക്കുന്നത്. യേശു ക്രിസ്തു ഗോസ്പലുമായിട്ടാണ് കടന്നു വരുന്നതെന്നാണ് ഖുർആൻ പറയുന്നത്. ഹി ഈസ് കമ്മിങ് വിത്ത് ഗാസ്പൽ എന്നാണ് പറയുന്നത്. അപ്പോൾ സുവിശേഷത്തോട് കൂടിയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു എന്നാണ് ഖുർആൻ പറയുന്നത്, ഞങ്ങളല്ല പറയുന്നത്. ഇനി മറ്റൊന്നെന്താണ്? 5-ാം അധ്യായം 110-ാം വാക്യം, അതുപോലെ 19-ാം അധ്യായം 30-33 വാക്യത്തിൽ എന്താ പറയുന്നത്? അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അതിൽ വലിയൊരു മഹത്തായ ഒരു അത്ഭുതത്തിൽ പറയുന്നുണ്ട്. യേശു ഒരു മണ്ണ് കൊണ്ട് ഒരു പക്ഷിയെ സൃഷ്ടിച്ചു, അതിനെ രൂപപ്പെടുത്തി, എന്നിട്ട് അതിന് ജീവൻ വെപ്പിച്ച് അതിനെ പറപ്പിച്ചു. ഇതൊന്നും ഞങ്ങളെ ബൈബിളിലുള്ള കാര്യമല്ല, ഇത് ഖുർആനിൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് യേശു അങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇനി 5-ാം അധ്യായം 116 മുതൽ 118 വരെ യേശു തെറ്റുകൾ പഠിപ്പിച്ചിട്ടില്ല. യേശു തെറ്റ് പഠിപ്പിച്ചെന്ന് ആരും പറയില്ല. തെറ്റായ ദൈവത്തെ ആരാധിക്കണമെന്നും തെറ്റായ വഴി നടക്കണമെന്നും ഒരിക്കലും യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. ഇറ്റ് ഈസ് റൈറ്റ്. പിന്നെ മറ്റൊന്ന് പറയുന്നതാണ് 61-ാം അധ്യായം 14-ാം വാക്യം, യേശു ദൈവത്തിൻ്റെ സഹായകനാണ്. ഹീ ഈസ് ഗോഡ്സ് ഹെൽപ്പർ, അവൻ ദൈവത്തിൻ്റെ സഹായകനാണ്. സർവശക്തനായ ദൈവത്തിന് ആരുടെയെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഉണ്ടോ? അവൻ സർവശക്തനല്ലേ. ഖുർആൻ പറയുന്നു യേശു ദൈവത്തിൻ്റെ സഹായകനാണ്. ഹീ ഈസ് ഗോഡ്സ് ഹെൽപ്പർ. യെസ്. പിന്നെ മറ്റൊന്നെന്താണ്? 22:6 യേശു മരിച്ചവരെ ജീവിപ്പിക്കുന്നു. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തു മരിച്ചവരെ ജീവൻ നൽകി ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഖുർആൻ പറഞ്ഞിട്ടില്ലേ? 22:6 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശു അങ്ങനെ അത്ഭുതകരമായ ഒരു ജനനമാണ് യേശുവിൻ്റെ എന്ന് ഖുർആൻ
ഒരു പക്ഷേ ബൈബിളിനേക്കാൾ ഒരു പടി കടന്നാണ് സംസാരിക്കുന്നത് ഈ യേശുവിനെ കുറിച്ച്. ഇത്രയും അത്ഭുതകരമായ അതിശയോക്തി നിറഞ്ഞതായ ഒരു വ്യക്തിത്വം, ഒരു മഹാത്മ്യമാണ് യേശുവിനെ ഈ പറയുന്നതായ ഖുർആൻ കൽപ്പിക്കുന്നത്. അതാണ് യേശു. ആ യേശുവിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഖുർആനിൽ ഇപ്രകാരം ആണ് പറഞ്ഞിട്ടുള്ളത്: സർവശക്തനായ സർവവും സൃഷ്ടിച്ചവനായി അല്ലാഹുവിൻ്റെ ഒരു സ്ത്രീയിലൊരു പുത്രൻ ഉണ്ടാവുകയോ. എത്ര നീചമായ കാര്യമാണത്! അതുതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. സർവശക്തനായ സർവജ്ഞാനിയായ സർവ്വവ്യാപിയായ സർവ്വ സൃഷ്ടിച്ചവനായ ദൈവത്തിനൊരു സ്ത്രീയിലൊരു പുത്രൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എത്ര നീചമായ മ്ലേച്ഛമായ കാര്യമാണത്. അത് നടക്കുന്ന അതങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നത് തന്നെ തെറ്റാ, പാവമാണ്. ഞങ്ങളും അത് തന്നെയാണ് പറയുന്നത്. ഒരിക്കലും അങ്ങനെ ദൈവത്തിൽ ഉണ്ടാകുകയില്ല. ക്രിസ്ത്യാനികൾക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ദൈവം ഒരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതിലൊരു കുഞ്ഞ് ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് അസംബന്ധമാണത്? ഒരിക്കലും ഞങ്ങളങ്ങനെ വിശ്വസിച്ചിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. ദൈവവചനത്തിലും ദൈവാത്മാവിലും ജനിച്ച യേശുവിനെക്കുറിച്ച് അങ്ങനെ ഒരു ദുഷ്പ്രചരണം നടത്തുന്നത് തന്നെ എത്ര മോശമായൊരു കാര്യമാണ്. ചിന്തിക്കുന്നത് തന്നെ എത്ര പാപമാണ്. അപ്പോൾ യേശു വചനമാണ്, യേശു ആത്മാവാണ്. ഇത് തന്നെയാണ് ഖുർആൻ പറയുന്നതും ഇത് തന്നെയാണ് ബൈബിൾ പറയുന്നതും. അപ്പോൾ ഖുർആൻ 4:171 തീർച്ചയായിട്ടും ഞങ്ങളത് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തു ആത്മാവാകുന്നു, യേശു ക്രിസ്തു വചനമാകുന്നു. ഞങ്ങളും അത് വിശ്വസിക്കുന്നു. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.